യേശുക്രിസ്തുവിൽ ധാർമ്മികതയെ ജീവിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും കപടനാട്യം. യേശു പറഞ്ഞു, നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ പ്രവർത്തിക്കുകയും പാലിക്കുകയും ചെയ്യുവൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യരുത്. 3 കാര്യങ്ങൾ കർത്താവായ യേശുനാഥൻ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. 1, ക്രിസ്തു ഫരിസേയരെ, നിയമജ്ഞരെ വിമർശിക്കുന്നു. 2, ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെയും ജനങ്ങളെയും പഠിപ്പിക്കുന്നു. 3, ദൈവത്തിലേക്ക് ഉയരുവാനുള്ള മന്ത്രം അവർക്ക് ചൊല്ലിക്കൊടുക്കുന്നു. ചരിത്രകാരനായ ജോസഫൂസിൻ്റെ അഭിപ്രായത്തിൽ തോറയെക്കുറിച്ചുള്ള അറിവിൽ ഫരിസേയർ മറ്റ് യഹൂദന്മാരെ മറികടന്നു. ക്ഷേത്ര പങ്കാളിത്തത്തിന് ആവശ്യമായ ശുദ്ധീകരണ സമ്പ്രദായങ്ങൾ അവരുടെ ദൈനംദിന അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തങ്ങളുടെ തോറ ആചരണത്തിലൂടെ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ ഇടം നേടാൻ ഫരിസേയർ ശ്രമിച്ചില്ല. പകരം ദൈവത്തിൻ്റെ ഉടമ്പടി ജനത്തിൻ്റെ ഭാഗമായി സാധ്യമാകുമ്പോഴെല്ലാം ആചാരപരമായ അശുദ്ധി ഒഴിവാക്കുന്നതിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നിയമത്തോടുള്ള വിശ്വസ്തതയോടെ ജീവിക്കാൻ ശ്രമിച്ചു. നിയമത്തോടുള്ള അമിതമായ ഭ്രമം കാരണം ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം മറന്നുപോയി ഫരിസേയർ. ഫരിസേയരും നിയമജ്ഞരുമായുള്ള യേശുവിൻ്റെ പ്രശ്നം ദൈവവുമായുള്ള അവരുടെ ഉദ്ദേശങ്ങളുമായല്ല. കർത്താവായ യേശുനാഥൻ നൽകുന്ന 2 സുപ്രധാനമായ വിമർശനങ്ങൾ ഇവയാണ്. 1, തോറയെ അവർ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനോടുള്ള അനുസരണക്കുറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ ഭാഗത്തിൽ നിന്ന് നാം കാണുന്നു. 2, മനുഷ്യപ്രീതിയും ബഹുമാനവും നേടുന്നതിനുള്ള ഒരു മാർഗമായി നിയമം ചെയ്യുന്നതിനുള്ള പ്രചോദനം. ആദ്യത്തേതിനെ സംബന്ധിച്ച് ഫരിസേയരും നിയമജ്ഞരും തോറയിൽ നിന്ന് പഠിപ്പിക്കുന്നത് കേൾക്കാനും അനുസരിക്കാനും യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. കാരണം അവർ മോശയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു. എന്നിരുന്നാലും ഫരിസേയരുടെ അധികാരം യേശു ചോദ്യം ചെയ്യുകയാണ്. അവർ പ്രസംഗിക്കുന്നത് അവർ തന്നെ ചെയ്യുന്നില്ല എന്ന്. ഫരിസേയരുടെ വാക്കുകളിലൂടെ ഉള്ള പാരമ്പര്യ വ്യാഖ്യാനത്തെയും തോറയുടെ വ്യാഖ്യാനത്തെയും കർത്താവ് കുറ്റപ്പെടുത്തുകയാണ്. ദൈവബന്ധമില്ലാതെ വെറും നിയമഭാരത്തിൻ്റെ ബന്ധങ്ങൾ മാത്രം അത് ജനങ്ങളുടെ മേൽ ചുമത്തുകയും ചെയ്യുന്ന ഫരിസേയ നിയമജ്ഞവർഗം. കർത്താവ് ഇതിന് ഉപോദ്ബലകമെന്നോണമാണ് പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകം വഹിക്കുവാൻ എളുപ്പമുള്ളതും ഭാരം ലഘുവുമാണ്. കർത്താവായ യേശുനാഥൻ ഫരിസേയരെയും നിയമജ്ഞരെയും വിമർശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തൻ്റെ ശിഷ്യന്മാരെയും പ്രിയമുള്ള ജനങ്ങളെയും ഒരു പുതിയ നിയമസത്യത്തിലൂടെ നടത്തുകയും നയിക്കുകയുമായിരുന്നു. വിമർശിക്കുകയായിരുന്നില്ല ക്രിസ്തുവിൻ്റെ ഉദ്ദേശം, പുതിയവ സൃഷ്ടിക്കുകയായിരുന്നു, നൽകുകയായിരുന്നു. 2, ഫരിസേയരെയും നിയമജ്ഞരെയും കർത്താവ് വിമർശിക്കുന്നത് അവരുടെ നാമമാത്രമായ ആചാര അനുഷ്ഠാന പ്രകടനങ്ങളായിരുന്നു. അവരുടെ മതപരമായ വസ്ത്രത്തെക്കുറിച്ച് സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം നൽകുന്നതിനേക്കാൾ ജനങ്ങളുടെ പ്രശംസ ലഭിക്കുവാൻ വേണ്ടി അവർ അവരുടെ ആചാരങ്ങളെ, വസ്ത്രങ്ങളെ ഉപയോഗിക്കുന്നു. 3, കർത്താവ് പഠിപ്പിക്കുന്ന ഉയരുവാനുള്ള മന്ത്രം. കർത്താവായ യേശുനാഥൻ വളരെ കാർക്കശ്യത്തോടുകൂടി ഇപ്രകാരം നിഷ്കർഷിക്കുകയാണ്: എൻ്റെ ശിഷ്യന്മാർ ആരും തന്നെ ആരെയും കാൾ മറ്റുള്ളവരെയും കാൾ ഉയർത്തപ്പെടുവാൻ ആഗ്രഹിക്കരുത് എന്ന്. സത്യത്തിൽ ഇത് ഒരു സാമാന്യ മനുഷ്യൻ്റെ ആഗ്രഹത്തിനും വ്യവസ്ഥയ്ക്കും സാമൂഹിക നിലപാടിനും വിരുദ്ധമായ കാര്യമാണ് കർത്താവ് പറഞ്ഞു വെക്കുന്നത്. കർത്താവ് പറഞ്ഞു,
നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. പറയാതെ പറഞ്ഞത് കർത്താവ് ഇതാണ്: നിങ്ങളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും ദൈവമാണ്, നീ അല്ല നിന്നെ ഉയർത്തുന്നത്. അതുകൊണ്ട് നിന്നെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ മുന്നിൽ നിന്നെ സമർപ്പിക്കുന്നത് നീ നിന്നെ തന്നെ താഴ്ത്തിക്കൊണ്ടാകണം എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. കത്തോലിക്ക വിശ്വാസികളായ നമ്മൾ ക്രിസ്തുവിനാൽ ഉയർത്തപ്പെടുവാൻ എളിമപ്പെട്ടുകൊണ്ട് നാം കൂദാശയിലേക്കും ദേവാലയത്തിലേക്കും സഭയുടെ പഠനങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും നമ്മെ തന്നെ താഴ്ത്തുന്നില്ല അഥവാ താഴ്ത്തിയില്ല എന്നതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ മൂല്യച്യുതിയും ജനങ്ങളുടെ കുറവും ദേവാലയങ്ങളിൽ നാം കാണുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്താൽ ഉയർത്തപ്പെടുവാൻ നമ്മെ തന്നെ താഴ്ത്തി എളിമപ്പെട്ടുകൊണ്ട് നമുക്ക് ദേവാലയത്തിൻ്റെ മക്കളായി തീരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആഴത്തിൽ ഞാൻ മുറിവേറ്റ ഏഴയെ പോലെ, ആഴത്തിൽ ഞാൻ മുറിവേറ്റ ഏഴയെ പോലെ തകർന്ന എൻ ഹൃദയത്തിൽ നീ പകർന്ന നിന്നഭിഷേക തൈലം, തകർന്ന എൻ ഹൃദയത്തിൽ നീ പകർന്ന നിന്നഭിഷേക തൈലം, ഇരവും പകലുമൊരു പോലെ നിഴലായി അരികിലെന്നും നീ. ആഴത്തിൽ ഞാൻ മുറിവേറ്റ ഏഴയെ പോലെ, ആഴത്തിൽ ഞാൻ മുറിവേറ്റ ഏഴയെ പോലെ. ബലഹീനൻ ഞാൻ തളർന്നു ഈ ജീവിത വഴിയെ, ബലമേകി നടത്തുവാൻ ശക്തനായി അരികിൽ എന്നെ യേശുവുണ്ട്. ബലമേകി നടത്തുവാൻ ശക്തനായി അരികിൽ എന്നെ യേശുവുണ്ട്. ഇരവും പകലുമൊരു പോലെ നിഴലായി അരികിലെന്നും നീ. ആഴത്തിൽ ഞാൻ മുറിവേറ്റ ഏഴയെ പോലെ, ആഴത്തിൽ ഞാൻ മുറിവേറ്റ ഏഴയെ പോലെ തകർന്ന എൻ ഹൃദയത്തിൽ നീ പകർന്ന നിന്നഭിഷേക തൈലം, തകർന്ന എൻ ഹൃദയത്തിൽ നീ പകർന്ന നിന്നഭിഷേക തൈലം, ഇരവും പകലും